ഒരു സ്കൂട്ടിയിൽ ഒരു പയ്യൻ വന്നു. നിങ്ങൾ നോക്കുക, ഈ പയ്യനാണ്. ഓക്കെ, ഹെൽമെറ്റും ധരിച്ച് സ്കൂട്ടിയിൽ ഒരു പയ്യന് ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നു. കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് വന്നു. പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഗൈസ്. നിങ്ങൾ നോക്കുക, ആ പയ്യന് വരുന്ന സമയത്ത് പർദ്ദ കൊണ്ടുവന്നു. പെൺകുട്ടി വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ആ പർദ്ദ ധരിച്ചിട്ട്, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ട് ഇമാതിരി നാറിയ ചെറ്റപ്പരിപാടികൾ ചെയ്യുന്ന പെൺകുട്ടികൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത്. അതായത് കോളേജ് പെൺകുട്ടി പർദ്ദ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തതും കണ്ടതുമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് വിശ്വസിച്ചിട്ടാണ് മാതാപിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞയക്കുക? നമുക്കറിയാം, മുസ്ലിമീങ്ങളൊക്കെ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് പർദ്ദ. ഈ പർദ്ദ എത്രത്തോളം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വസ്ത്രമാണ് എന്നുള്ളത് അറിയാം. പക്ഷേ ആ ഒരു വസ്ത്രത്തെ ഒരു മറയാക്കിയിട്ട് ഇത്തരം നാറിയ പരിപാടികൾ ചെയ്യുന്ന പെൺകുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കുക. നമുക്ക് വീഡിയോ കാണാം. ലൈക്ക് ചെയ്ത് കാണുക, പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാം ഗൈസ്. അതായത് ഒരു പെൺകുട്ടി ആ റോഡ് സൈഡിലായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു സൈഡിൽ തന്നെ നിർത്തിയിട്ട വാഹനത്തിലുള്ള ആളുകളാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അതായത് അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ കോളേജിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ, ഒരു 12-1 മണി സമയമായി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ കുട്ടിയെ അവിടെ കാണുന്നു. സ്വാഭാവികമായിട്ടും സംശയം വരും. ആ സംശയം തന്നെയാണ് ഇവിടെ അവർക്കും ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത്. നോക്കുക, അവർ ആ വാഹനത്തിൽ തന്നെ ഇരുന്നു. എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു. എന്താണ് പരിപാടി എന്നറിയണ്ടേ? എന്തായാലും ഉഡായിപ്പാണ് എന്ന് മനസ്സിലായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും വിശ്വാസവഞ്ചന കാണിച്ചിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോകുന്ന പെൺകുട്ടികൾ. നോക്കുക, ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ആരാണ് ഉള്ളത്? നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ആരുടെയൊക്കെയോ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ വലിയ ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുക. പക്ഷേ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ അത് എന്തോ ഒരു കുറച്ചിലായിട്ടാണ് മറ്റുള്ള ആളുകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഇല്ലാത്ത കോളേജ് വിദ്യാർത്ഥിനികൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നോക്കുക, ആരെയോ വിളിക്കുന്നുണ്ട്. ആരെയാണ്? കല്യാണം ഉറപ്പിച്ച പയ്യനല്ല. ആ പെൺകുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് എന്നാണ് ഈ വീഡിയോ എടുത്ത ആളുകളുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പല കുട്ടികളും, പല പെൺകുട്ടികളും എൻഗേജ്മെൻറ്റിന് തയ്യാറാകുന്നത് മൊബൈൽ ഫോൺ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് ഈ ഐഫോണൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ചില പെൺകുട്ടികളൊക്കെ എൻഗേജ്മെൻറ്റിന് പോലും നിർബന്ധിതരായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോണായി. പക്ഷേ ആ പെൺകുട്ടിയുടെ പേരിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ആ ഒരു കല്യാണം കഴിക്കുന്ന പയ്യൻക്ക് ആവില്ല. കാരണം കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമേ അതൊക്കെ പറ്റുള്ളൂ എന്ന് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും മൊബൈൽ ഫോൺ കിട്ടി. ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ആ പെൺകുട്ടി കണ്ടെത്തിയ മാർഗവും വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഗൈസ്. നിങ്ങൾ നോക്കുക, ഒരുപാട് സമയം, ഒരു അരമണിക്കൂറോളം അവർ വീഡിയോ എടുത്തിട്ടാണ് അവസാനം എന്താണ് ആ പെൺകുട്ടി ഇത്രയും ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട്
അവിടെ നിന്ന് ചെയ്യുന്നത് എന്ന് ശരിയായ രീതിയിൽ കണ്ടുപിടിച്ചു. എനിവേ ആ കുട്ടി വിളിക്കുന്നത് കുട്ടിയുടെ കാമുകനെയാണ്. ഓക്കെ, വിളിച്ചിട്ട് പറയുന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ. അതായത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് വരൂ, ഇവിടെ ഒരുപാട് ആളുകൾ എന്നെ നോക്കുന്നുണ്ട്, ഇവിടെ ഞാൻ സേഫല്ല, അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടാകും, ഇതിലൂടെ പാസ് ചെയ്യും എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടി എന്ത് ചെയ്തു? മാസ്ക് ഇട്ടു. ഒരുപാട് സമയം ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിനാണോ മക്കളെ കോളേജിലേക്ക് വിടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഒരു ചോദ്യം. അതാണ്, രാവിലെ കെട്ടി ഒരുങ്ങിയിട്ട് പോകും, കോളേജിൽ എത്തുന്നുണ്ടോ? ചിലപ്പോൾ ഒരു പേരിന് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാകും. പക്ഷേ തിരിച്ച് ഉച്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിലോ അല്ലെങ്കിൽ ഇൻ്റർവെൽ ടൈമിലോ ഒക്കെ ക്ലാസ് കട്ട് ചെയ്യുന്നു, മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു. ഈ പ്രേമിക്കുന്നത് സ്നേഹിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ടുള്ള വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുകയോ പ്രേമിക്കുകയോ അഫെയറിലാവുകയോ ഇനി ബ്രേക്കപ്പ് ആവുകയോ എന്ത് തേങ്ങയെങ്കിലും ചെയ്തോ, പക്ഷേ പാരൻസ് അറിഞ്ഞുകൊണ്ടാകണമെന്ന് മാത്രം. കാരണം പാരൻസ് ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് മാന്യമായിട്ട് ഒരുമിച്ച് ജീവിക്കുക, അല്ലാതെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇമാതിരി നാറിയ പരിപാടികളല്ല ചെയ്യേണ്ടത് ഗൈസ്. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം, നമുക്കറിയാം ഇപ്പോഴത്തെ കാലമാണ്, ആരും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകളല്ല. ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരുപാട് കാലം ആത്മാർത്ഥമായിട്ടൊരു ഫ്രണ്ടിനെ പോലെ നിങ്ങളെ കാണാൻ സാധിക്കില്ല. ഈ ആൺകുട്ടികൾക്ക് ഒരു ദിവസം അത് കാമമായിട്ട് മാറും. ആ ഒരു ദിവസം നിങ്ങളെ അവർ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അയ്യോ അമ്മേ എൻ്റെ ജീവിതം തൊലഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? സെൽഫ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. എനിവേ, നിങ്ങൾ നോക്കുക, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടിയിൽ ഒരു പയ്യൻ വന്നു. നിങ്ങൾ നോക്കുക, ഈ പയ്യനാണ്. ഓക്കെ, ഹെൽമെറ്റും ധരിച്ച് സ്കൂട്ടിയിൽ ഒരു പയ്യന് ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നു, കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് വന്നു. പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഗൈസ്. നിങ്ങൾ നോക്കുക, ആ പയ്യന് വരുന്ന സമയത്ത് പർദ്ദ കൊണ്ടുവന്നു, പെൺകുട്ടി വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ആ പർദ്ദ ധരിച്ചിട്ട്, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ട് ഇമാതിരി നാറിയ ചെറ്റപ്പരിപാടികൾ ചെയ്യുന്ന പെൺകുട്ടികൾ. എനിവേ, ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പർദ്ദ ധരിച്ചിട്ട് എന്ത് ചെയ്തത്? ഹെൽമെറ്റും വിട്ടു പോയത്. ആര് മനസ്സിലാക്കാനാണ്? ആരൊക്കെയാണ് ഇത് മനസ്സിലാവുക? ഇത് എൻ്റെ മോളാണ് അല്ലെങ്കിൽ ഇന്ന ആളുടെ മോളാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് സ്ഥിരം പരിപാടി. ഈ വാഹനത്തിലുള്ള ആളുകൾ, അതൊരു ഫാമിലി ആട്ടോ, അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട് ആ വാഹനത്തിൽ. കാരണം ഇതെന്താണ് എന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. അവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റൂം എടുത്തിട്ട് കലാപരിപാടികൾ നടത്തുന്ന അവസ്ഥയാണ്. സോ പെൺകുട്ടികളെ സൂക്ഷിക്കുക. പെൺകുട്ടികളോട് ഇപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണ് എപ്പോഴാണ് അവർ ചെയ്യുക എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പെൺകുട്ടികളെ നിയന്ത്രണത്തിൽ നിർത്തുക. അതുപോലെ തന്നെ പെൺകുട്ടികൾ അത്യാവശ്യം മെച്യൂരിറ്റിയുള്ള കുട്ടികളൊക്കെ അല്ലേ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് കൺട്രോളിൽ ചെയ്യുക. ഒരു ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് അത് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് ശരിയായ രീതിയിൽ നിങ്ങൾ സഞ്ചരിക്കുക.